പ്രിയവും സ്നേഹവുമുള്ള ഇന്ത്യയിലെയും കേരളത്തിലെയും പാവപ്പെട്ട പട്ടികജാതിക്കാർ, പിന്നോക്കക്കാർ, പട്ടികവർഗക്കാർ, മറ്റു ദേശസ്നേഹികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ഇന്ത്യ മുഴുക്കെ, കേരളം മുഴുക്കെ നവോത്ഥാന നായകനായ രാജശ്രീ അയ്യൻകാളിയുടെ 84 നാടുനീങ്ങൽ ആത്മാവ് വേർപിരിയൽ ദിനം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 1941 ജൂൺ മാസം 18-നാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. നമുക്കറിയാം, അദ്ദേഹം ജനിച്ച കാലഘട്ടവും അദ്ദേഹം വളർന്ന കാലഘട്ടവും അദ്ദേഹം പിരിയുന്ന കാലഘട്ടവും. അദ്ദേഹം ജനിച്ചിരുന്ന കാലത്ത് ഈ കൊച്ചു കേരളത്തിൽ, സംസ്കാര കേരളം എന്ന് നമ്മൾ വാനോളം പുകഴ്ത്തി ഉദ്ഘോഷിക്കുന്ന ഈ സംസ്കാര സമ്പന്ന കേരളം ജാതിയുടെയും കൊടും ക്രൂരതയുടെയും അയിത്തം, അനാചാരം, അന്ധവിശ്വാസം എന്നീ ദുഷ്ടപ്രവൃത്തികൾ നടത്തി ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെട്ട് അകറ്റി നിർത്തി അവരുടെ അവകാശ അധികാരങ്ങളെ കവർന്നെടുത്ത് അടിമകളെപ്പോലെ നടത്തിയിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്നും ഈ നിലയിലേക്ക്, ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചതിന് കാരണഭൂതനായ രാജശ്രീ അയ്യൻകാളിയുടെ 84-ാം ചരമവാർഷികമാണെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ആ കാലഘട്ടത്തിലേക്കും അദ്ദേഹത്തിൻ്റെ സൽപ്രവൃത്തികളിലേക്കുമാണ് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നത്. അദ്ദേഹം ജനിച്ചിരുന്ന കാലത്ത്, അദ്ദേഹം ഈ ഭൂലോകത്ത് കണ്ണു തുറന്ന കാലത്ത് ഇവിടെ നടപാടിയിരുന്ന ക്രൂരതകൾക്കെതിരെയും അതുപോലെ തന്നെ ഈ ഉച്ച നീചത്വങ്ങളെയും അനീതികൾക്കെതിരെയും സമശീർഷങ്ങൾക്കെതിരെയും ഈ കൊടും അനീതിക്കെതിരെയും പോരാടണമെന്ന് മനസ്സിൽ ആലോചിച്ചിരുന്നപ്പോഴാണ് അദ്ദേഹം കുഞ്ഞിലെ 7-ാം വയസ്സിൽ അടിച്ച പന്ത്, കാൽപന്ത് നേരെ ജമ്മിയുടെ അകത്തളത്തിലെത്തുകയും ആരാളായി നീട്ടി എൻ്റെ അകത്തളത്തിലേക്ക് പന്തടിച്ചെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് രാജകിങ്കരന്മാരെ കൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി ആ രാജ സന്നിധിയിലെ സദസ്സിലെ തൂണിൽ കെട്ടിയിട്ടു ഒതിരെ തല്ലി ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ച അദ്ദേഹം യാചിച്ചു, ഞാൻ കുട്ടിയാണ്, ഞാൻ പന്തടിച്ചു, ആ പന്ത് ആണ് ഇവിടെ വന്നത്, എൻ്റെ കുറ്റമല്ല, ഞാൻ അടിച്ചതിൻ്റെ കുറ്റമല്ല, പന്തിൻ്റെ കുറ്റമാണ്, പന്ത് തെറിച്ചു വീണത് അല്ല, പന്തല്ല, നീ ആ പന്തിനടിച്ച് തെറിപ്പിക്കാൻ ആരാളാ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജമ്മിയുടെ ആജ്ഞാനുവർത്തികൾ, ഭീകരന്മാർ അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി ശരീരം രക്തം പൊടിയുന്ന രീതിയിൽ പൊട്ടിച്ചു. അദ്ദേഹത്തെ തുറന്നു വിട്ടില്ല. ആ കെട്ടിൽ കിടന്നുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, ഈ അനീതിക്കെതിരെയും ഉച്ച നീചത്വങ്ങൾക്കെതിരെയും പാർശ്വവൽക്കരണത്തിനെതിരെയും ഞാൻ ഇന്നു മുതൽ ഇതിനെതിരെ പോരാടി എൻ്റെ ജനതയെ, പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ ജനങ്ങൾക്ക് മോചനം കൊടുക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് നവോത്ഥാന നായകനിലേക്കും നവോത്ഥാന സങ്കല്പത്തിലേക്കും നവം പുതിയത് ഉത്ഥാനം ഉയർത്തെഴുന്നേൽപ്പ്. അങ്ങനെ സംസ്കൃത വാക്കായ ഈ ഉത്ഥാനം രാജശ്രീ അയ്യൻകാളിയാണ് കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്താദ്യമായി അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. അദ്ദേഹത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ഈ പദം സംസ്കൃത ഡിക്ഷണറിയിൽ വന്നത്, നവോത്ഥാനം. ആ നവോത്ഥാന നായകന്റെ പ്രവർത്തനം.
വളരെ ഞെട്ടിക്കുന്നതാണ്. ഇന്നത്തെ തലമുറ തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹം ഉയർത്തിയത്, അന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ആദ്യം തുടങ്ങിയത് ഈ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. നമുക്കറിയാം. അന്ന് പാവപ്പെട്ട പട്ടികജാതി പിന്നോക്കം പാർശ്വവൽക്കരിക്കപ്പെട്ട് എന്തിനേറെപ്പോഴും ഈഴവരാതി ജനങ്ങൾക്ക് പോലും പിന്നെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, കേരളം വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള അന്നത്തെ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിന് പണം അത്യാവശ്യം വന്നാൽ വായ്പയായി നൽകുന്ന ആലുംമൂട്ട് ചാന്നാരെന്ന ഈഴവ പ്രമാണിക്ക് ആലുംമൂട്ടിൽ വന്ന് ദേശീയപാത വഴി അദ്ദേഹത്തിൻ്റെ കുതിരവണ്ടിയിലൂടെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ പകുതി വഴിയിൽ ഇറങ്ങി ചെളി ചവിട്ടി വേണം കയറാൻ. കുതിരകൾ യഥേഷ്ടം ഒരു തടസ്സവും കൂടെ നടന്നു പോകുന്ന കാലഘട്ടം. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിനെയാണ് അദ്ദേഹം ആദ്യമായി എതിർത്തത്. അതിനുവേണ്ടി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ഒരു വില്ലുവണ്ടി വാങ്ങി. അന്ന് 3 വണ്ടിയേ ഉള്ളൂ. രാജാവിൻ്റെ വണ്ടി, ആലുംമൂട്ട് ചാന്നാർക്ക്, പിന്നെ കരുത്തുള്ള കാളകളെ കെട്ടിയുള്ള വില്ലുവണ്ടി രാജശ്രീ അയ്യങ്കാളിയുടെ കാളവണ്ടി എൻ്റെ എൻ്റെ ജന്മദേശമായ ഐത്തിയൂരിൽ നിന്നും തുടങ്ങി ആറാലുമൂട് വഴി വില്ലുവണ്ടി സഞ്ചരിക്കുകയും അവിടെ സാമൂഹ്യ വിരുദ്ധർ ഏറ്റുമുട്ടുകയും അങ്ങനെ അയ്യൻകാളിയുടെ ഒരിടിക്ക് 500 കിലോ വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റുള്ള ദൃഢഗാത്രനായ ആജാനുബാഹുവായ രാജശ്രീ അയ്യങ്കാളി ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം വന്നു എൻ്റെ നാട്ടിൽ നിന്നും എൻ്റെ സമീപ പ്രദേശം തുടങ്ങി അങ്ങനെ പോയതാണ് ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ള വഴി തുറക്കൽ. നാം സ്വതന്ത്രമായി യഥേഷ്ടമായി എവിടെയും സഞ്ചരിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ്. രണ്ടാമത് തുടങ്ങിയത് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായി പ്രവേശിച്ചപ്പോൾ ഇന്ത്യയിലെ പാവപ്പെട്ട പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കാർക്കും സ്കൂൾ പ്രവേശനത്തിൽ അനുവാദം തരണമെന്ന് ആവശ്യപ്പെട്ടു. അത് നേടി അങ്ങനെ പഞ്ചമിയും പിടിച്ചുകൊണ്ട് ഉരുട്ടമ്പല സ്കൂളിൽ പോയ സംഭവമൊക്കെ നിങ്ങൾക്കറിയാം. അതിനുശേഷം അദ്ദേഹം ആവശ്യപ്പെട്ടത് എൻ്റെ ജനതയ്ക്ക് സ്കൂളിൽ വിദ്യാഭ്യാസവും അതിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകണം. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ഹൃദയഭേദകമായ ദയനീയമായ ആരെയും അമ്പരപ്പിക്കുന്ന ഒരു ചടങ്ങ് പരിപാടിയായിരുന്നു ഈ സ്ത്രീകളുടെ മാറുമറയ്ക്കൽ. സ്ത്രീകൾക്ക് അന്നത്തെ കാലത്തെ പട്ടികവർഗ പിന്നോക്ക സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിന് പകരം കല്ലുമാലയിട്ടാണ് അവർ പോയിരുന്നത്. അതിനാണ് ജമ്മിമാർ അനുവദിച്ചിരുന്നത്. അങ്ങനെ കൊല്ലം ക്രേവൻ മൈതാനത്ത് തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ മുന്നിൽ വെച്ച് അദ്ദേഹം കല്ലുമാല അറുത്തെറിയുകയും പകരം റൗക്ക് കൊടുക്കുകയും ചെയ്ത അങ്ങനെ അദ്ദേഹം ആ ഒരു വലിയ സമരം നടത്തിയെന്നത് നമ്മുടെ സ്ത്രീകൾ ഫാഷനായി ചുരിദാറും നൈറ്റിയും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ അവരിത് ഓർക്കുന്നില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടത് ശ്രീമൂലം പ്രജാസഭയിൽ എനിക്ക് 10 BA-ക്കാരൊക്കെ ഉണ്ടെന്ന്, 10,000 BA-ക്കാർ, MA-ക്കാർ, PhD-ക്കാർ, അതിനപ്പുറത്ത് ഞാനൊരു PhD ഗവേഷകനാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തെ 84-ാം ചരമവാർഷികം പലരും മറന്നു പോകുന്നു. ഇതെല്ലാം തനിയെ കിട്ടിയെന്നുള്ള ഓർത്ത് കേരളത്തിലെ പട്ടികജാതി പിന്നോക്കക്കാർ അഹങ്കരിക്കുന്നുണ്ട്. അഹങ്കാരമൊക്കെ കുറച്ച് അദ്ദേഹത്തിന്റെ ഈ ഏറ്റവും നിസ്തുലമായ, ഏറ്റവും ത്യാഗോജ്വലമായ, ഏറ്റവും മർദ്ദനമേറ്റ് അദ്ദേഹം ഉണ്ടാക്കിയ ദീർഘവീക്ഷണത്തോടുണ്ടാക്കിയ ഈ നമ്മുടെ അവകാശ സംരക്ഷണ ദിനമായി ഇന്ന് ഇന്ത്യയിലെ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിന് സ്മരിക്കുന്നവരും അദ്ദേഹം പട്ടികവർഗക്കാരുടെ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനകോടികളിലെയും ആ അവകാശ സംരക്ഷകനാണ് അദ്ദേഹം നടത്തിയ. നിങ്ങൾക്കറിയാം, ഏറ്റവും പ്രധാനം കർഷക തൊഴിലാളി പെൻഷൻ, കർഷക തൊഴിലാളി സമരം നേടി അദ്ദേഹം വിജയിച്ച ആളുകൂടെയാണ്. അദ്ദേഹത്തിന്റെ 84-ാം ചരമവാർഷികം ഒരു അവകാശ സംരക്ഷണ പോരാട്ട ദിനാചരണമായി കാണണം. പട്ടികജാതിവർഗ ഐക്യവേദിക്കും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അംബേദ്കർ അദ്ദേഹത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ജനറൽ എന്ന നിലയിലും ഐത്തിയൂർ സുരേന്ദ്രനായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.